എന്താ ഓക്കെ, വെരി ഗുഡ് പോയിന്റ്. നമ്മളൊരാൾ നമ്മുടെ അടുത്ത് വന്നു, അവരുടെ പ്രാർത്ഥന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ആദ്യം നമ്മൾ ചെറുതായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവേ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പോൾ എപ്പോഴും നമ്മിൽ വസിക്കുന്ന ദൈവം അവരിലും ദൈവം വസിക്കുന്നു ഇല്ലേ? ഇപ്പോൾ കുർബാന ആയാലും തുടങ്ങുന്നത് ഇങ്ങനെയാണ്, കർത്താവ് നമ്മോട് കൂടെ. അതിൻ്റെ തന്നെ വേറൊരു അവതരണമാണ് നമ്മൾ പറയാൻ, നമുക്കൊന്ന് കൈവച്ച് കർത്താവെ അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നുണ്ടല്ലോ കർത്താവെ. അപ്പോൾ നമ്മൾ പറയാണ്, ഇപ്പോൾ വന്ന ആളോട് നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവെ നീ എന്നിൽ വസിക്കുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു, നിനക്കെല്ലാം അറിയാമല്ലോ കർത്താവെ, അങ്ങേക്കെല്ലാം അറിയാം കർത്താവെ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അങ്ങേക്കറിയാം, അതിൻ്റെ ഉത്തരവും അങ്ങേക്കറിയാം, എന്നോട് സംസാരിക്കണേ, എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവുണ്ട്, എന്നോട് സംസാരിക്കണേ. ഇതാണ് ഒരു ഇനിഷ്യൽ പ്രാർത്ഥന, 3-4 വാക്കുകൾ അല്ലേ? പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആളങ്ങ് വികാരവശയായി കരയാൻ തുടങ്ങാണ്. കാരണം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന, കർത്താവേ നിനക്കെല്ലാം അറിയാമല്ലോ, നീ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ, എൻ്റെ എല്ലാ പ്രശ്നത്തിനും നിനക്ക് ഉത്തരവുണ്ടല്ലോ. 3 സെൻറ്റൻസ്. അപ്പോൾ തന്നെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞോടെ. അപ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് എന്നിട്ട് അവരുടെ പ്രയാസങ്ങൾ പറയും. അപ്പോൾ ഒരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലാണ്. ഒന്ന്, അവരുടെ പ്രയാസങ്ങൾ കേൾക്കണം, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇത്രയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്കൊരു ദർശനമോ ഒരു വാക്കോ ഒരു വേർഡ് ഓഫ് നോളേജോ തരികയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ വെളിച്ചത്തിൽ നീങ്ങാൻ പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ ചില അനുഭവങ്ങൾ പറയാം. ഇങ്ങനെ പറയണം, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുതി കാണിച്ചു തരുന്നു 39. അതെന്താ അത്? അപ്പോൾ ഞാൻ വീണ്ടും പരിശുദ്ധാത്മാവിനെ വിളിച്ചു, അതെന്താ അത്? അല്ല 39 അല്ല, 19. ഇപ്പോൾ ഇയാൾക്ക് 39 വയസ്സുണ്ട്, പക്ഷേ എനിക്കിങ്ങനെ എഴുതി കാണിച്ചു തരികയാണ് 19. എന്താ കർത്താവേ 19? അപ്പോൾ പറഞ്ഞു, 19ാമത്തെ വയസ്സിൽ ഇവളുടെ ജീവിതത്തിൽ വലിയ ഒരു ദുർഘടന സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഇവളുടെ ജീവിതത്തിലെ ഇന്നുള്ള പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം. ആ പ്രശ്നം എന്താണെന്ന് അവൾക്ക് ഒരു വെളിവില്ല, അവൾക്കതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കും, എന്താണ് ആ പ്രശ്നം? അത് അവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അപ്പോൾ കർത്താവ് നമ്മളോട് ഇങ്ങനെ പറയുകയാണ്, ആ പ്രശ്നം ഇന്നതാണെന്ന്. അപ്പോൾ അതാണ് ഒരു വശം. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, 19ാമത്തെ വയസ്സിൽ നിനക്ക് എന്താ സംഭവിച്ചത്? അവൾക്ക് ചിലപ്പോൾ ഓർമ്മയൊന്നും ഉണ്ടാവില്ല ശരിക്കും. അപ്പോൾ നമ്മൾ അബോധ മനസ്സ്, കർത്താവ് അബോധ മനസ്സിൽ പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണേ. അങ്ങനെ ഇരിക്കുമ്പോൾ അത് നല്ല സാഹചര്യമായിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ പ്രത്യേകിച്ച് സന്തോഷം ഉണ്ടാവാനുള്ള കാരണം? എൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെയുള്ള ആദ്യത്തെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെയുള്ള ജീവിതമായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. അതാണ് അവളുടെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിച്ചത്. നിനക്കറിയോ, നിൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ നീ അങ്ങനെ ജീവിക്കുന്നത് ഒരു പാപകരമായ ജീവിതമാണെന്ന്. അതിലെന്താ പാപം? അവനിഷ്ടമായി, എനിക്കിഷ്ടമായി, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു, ഇത് ഞങ്ങളുടെ ഇഷ്ടമല്ലേ? അപ്പോൾ അവിടെയാണ്, നീ ഒരു കത്തോലിക്കയാണ്, നിനക്ക് അത് അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ നീ പാപകരമായ അവസ്ഥയിലാണ് ജീവിച്ചത്. അതെന്താ പാപം? അതാണ് ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. വിവാഹം കൂടാതെ ഒരാൾ അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നത് തെറ്റാണ്, പാപമാണ്. അതിൻ്റെ പാപം ഇന്നതാണ്. ആ പാപം നീ പശ്ചാത്തപിച്ച് കുമ്പസാരിക്കേണ്ടതാണ്. അങ്ങനെ പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് പാപപ്രതി മേടിക്കുമ്പോഴേ നിൻ്റെ ജീവിതം അനുഗ്രഹീതപ്പെടുള്ളൂ. അപ്പോൾ എന്ത് സംഭവിച്ചു?
നീ എന്തുകൊണ്ട് അയാളെ കല്യാണം കഴിച്ചില്ല? ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല അയാളെ സ്നേഹിച്ചത്, വെറുതെ ഒന്ന് എങ്ങനെയുണ്ടെന്നൊന്ന് ജീവിച്ചറിയാൻ വേണ്ടിയാണ്. എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? എന്നിട്ട് എൻ്റെ കല്യാണം നടന്നില്ല. എന്നിട്ട് ഇങ്ങനെ പല കാര്യം. അപ്പോൾ എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോൾ ക്യാൻസർ രോഗമാണ്. അപ്പോൾ വാസ്തവത്തിൽ അന്ന് മുതലേ കർത്താവിൽ നിന്നുമുള്ള ഒരു അകൽച്ചയാണുണ്ടായത്. അത് കഴിഞ്ഞിട്ട് കർത്താവിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഇപ്പോൾ 39-ാമത്തെ വയസ്സിൽ ക്യാൻസർ രോഗസമയത്ത് രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവളെ നല്ല ഒരു കുമ്പസാരത്തിനായിട്ട് ഒരുക്കി. ഈ ചെറുപ്പകാലം മുതൽ 39 വയസ്സ് വരെ അവൾ കുമ്പസാരിച്ചിട്ടില്ല. അങ്ങനെ അപ്പോൾ അന്ന് അവൾ വന്നപ്പോൾ എനിക്ക് ധ്യാനമൊന്നും കൂടാനുള്ള ആരോഗ്യമില്ല, ഭയങ്കര കീമോ എല്ലാം, അല്ലെങ്കിൽ കീമോ അല്ല, ഈ ക്യാൻസർ രോഗമാണ്, അതുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ആരോ ഒന്ന് സംസാരിച്ചാൽ മതി. പക്ഷേ കുമ്പസാരം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നമ്മൾ പോയില്ല. പിന്നെ അവിടെ ഇരുന്ന് ധ്യാനം മുഴുവനും കൂടി അവളുടെ രോഗം മുഴുവനും പൂർണ്ണമായിട്ട് മാറി. അപ്പോൾ ഇത് ഈ ഒരാളുടെ ജീവിതത്തിലുള്ള പല സാഹചര്യങ്ങളുടെ മൂലകാരണത്തെ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ ഇത് മനസ്സിലായത് 19 കണ്ടോ, ആ ഒറ്റ സംഖ്യ എഴുതി കാണിച്ചു തന്നതിലൂടെ. അപ്പോൾ അതവരോട് പറയുമ്പോൾ അവരാകെ അങ്ങ് വിശ്വസിക്കുകയാണ് കർത്താവിൽ. കാരണം ഇങ്ങനൊരു സംഭവം ആർക്കും അറിയില്ല, അവർക്ക് തന്നെ ഓർമ്മയില്ല. അപ്പോൾ അതാണ് ഒരു വശം. ഇനി മറ്റൊരു വശം, ഇന്നത്തെ കാലത്തുള്ള പ്രശ്നം, ആർക്കും ആരുടെയും പ്രശ്നങ്ങൾ കേൾക്കാൻ സമയമില്ല. എന്നാൽ ഒരുപാട് പേർക്ക് ആവശ്യം എൻ്റെ ഈ പ്രയാസങ്ങളൊക്കെ ഒന്ന് തുറന്ന് ആരോടെങ്കിലും ഒന്ന് പറയണം. അപ്പോൾ അത് വേറൊരു വശമാണ്. അപ്പോൾ ഈ കർത്താവ് പറയുന്ന അവർ പറയണത് കേൾക്കും. അപ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കേണ്ടത് തല കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് കേൾക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ പോയി, ഡോക്ടർ നമ്മുടെ രോഗമെല്ലാം തല കൊണ്ടാണ് കേൾക്കണത്. എന്നിട്ട് അയാൾ കേൾക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ വരാണ്, അത് ഇന്ന രോഗമാണെങ്കിൽ ഇന്ന മരുന്നാകാം, ഇന്നതാണ് ഇന്ന മരുന്നൊക്കെ ഡിസൈൻമെൻറ്റ്, ആ ഡയഗ്നോസിസ് വരും, ആ മരുന്ന് എഴുതി കൊടുത്തു. പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഹൃദയം കൊണ്ട് കേട്ടിട്ട് നമ്മൾ ആദ്യം തന്നെ പ്രാർത്ഥിച്ചു, കർത്താവേ നീ ഞങ്ങളിലുണ്ടല്ലോ, നിനക്കെല്ലാം അറിയാമല്ലോ. ആ കേൾക്കുമ്പോൾ കർത്താവേ ഇതാ ഇവളുടെ ഈ പ്രയാസമെല്ലാം അങ്ങേക്ക് സമർപ്പിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ആരുണ്ട്? ത്രിത്വൈക ദൈവമുണ്ട്. ഒന്ന് കൈവീശി കാണിച്ചേ, ഉറങ്ങല്ലേ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ അത് സമർപ്പിക്കണം. അവൾ പറഞ്ഞുകൊണ്ടിരുന്നോളണം, അവർ പറയാൻ കുറച്ച് സമയം കൊടുക്കണം. പറഞ്ഞു കഴിയുമ്പോഴേക്കും അവർക്ക് ഭയങ്കര ആശ്വാസം കിട്ടും. എന്തുകൊണ്ട് ആശ്വാസം കിട്ടണു? അത് പറഞ്ഞത് നമ്മൾ വിശ്വാസപൂർവം, സ്നേഹപൂർവം, കരുണപൂർവം സ്വീകരിച്ച് കർത്താവിന് കൊടുക്കുന്നു. ഇനി കർത്താവ് നമ്മളോട് സംസാരിക്കും. എന്താണ് അവളോട് പറയേണ്ടത്? അത് കഴിയുന്നതും ഒരു വചനം ആണ് നമ്മൾ പറയേണ്ടത്. വചനം അവളോട് പറയുമ്പോൾ അത് അവളെ ഇരുതലവാൾ പോലെ അവളുടെ അകത്തേക്ക് കയറി ചെന്ന് അവളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നൊരു വചനമാണ്. അപ്പോൾ അത് ദർശനത്തിലൂടെ വചനം കിട്ടാം, പ്രാർത്ഥിക്കുമ്പോൾ വചനം കിട്ടാം, ചിലവർക്ക് ഇങ്ങനെ ബൈബിള് പ്രാർത്ഥനാപൂർവം തുറക്കുമ്പോൾ വചനം കിട്ടാം. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇനി അതിനുശേഷം വീണ്ടും ചോദിക്കുക, പരിശുദ്ധാത്മാവ് ഇവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്താണ്? അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ചിന്തകളും ഇൻസ്പിരേഷനുകളും വെളിപാടുകളും തരും. ഇങ്ങനെയെല്ലാം ചെയ്യാം. അപ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് വളരെ ആവശ്യമാണ്. കാരണം ഒരുപാട് പേര്, ഈശോ തന്നെ ആ സമരിയക്കാരിയുടെ അടുത്തേക്ക് നടന്നു ചെന്നില്ലേ നട്ടുച്ചയ്ക്ക്? അപ്പോൾ അതെല്ലാം വളരെ പ്രധാന കാര്യമാണ്. ഒന്ന്, നട്ടുച്ചയ്ക്ക് എന്തിനാ പോയേ? അതായത് അത്രയ്ക്ക് കഠിനമായ അവസ്ഥയിൽ പോലും ഈശോയുടെ ഹൃദയം മനുഷ്യരുടെ മെസറിക്കോർഡിയ, അതായത് മനുഷ്യരുടെ വേദനാജനകമായ അവസ്ഥയെ ഒപ്പിയെടുക്കാൻ ദാഹിക്കുന്നു എന്നതാണ്. ചിലപ്പോൾ എനിക്ക് പലപ്പോഴും രാത്രി 12-1 മണിയൊക്കെ കഴിയുമ്പോൾ ചിലർ ഫോൺ ചെയ്യും.
അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് അറിഞ്ഞോട് ഇപ്പോൾ രാത്രിയാണ്, ഇപ്പം എന്തിനാ ഫോൺ ചെയ്യണം എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ പറയരുത്. നമ്മൾ ഉടനെ ചിന്തിക്കണം, ദൈവമേ, പരിശുദ്ധാത്മാവ് അവൾക്ക് തോന്നിപ്പിച്ചത് കൊണ്ടല്ലേ ഈ പാതിരാത്രിക്ക് എന്നെ വിളിച്ചത്, അത്രയ്ക്ക് വേദന ഉണ്ടാവുമായിരിക്കും. ഇത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്താ വേണ്ടേ, എന്തു പറ്റി? അപ്പോൾ ഒരു പെണ്ണ് പറയണം, എനിക്ക് ചാവണം, ഞാനിപ്പോൾ ചാകും, എനിക്കിനി ജീവിക്കണ്ട. അപ്പോഴും നമുക്ക് തോന്നും, ജീവിക്കേണ്ട, ചാവണമെങ്കിൽ ചാവും, ഇപ്പം എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയിട്ട് എന്ത് ചെയ്യാനാന്നുള്ള മാതിരി ചിലപ്പോൾ നമ്മളിലിങ്ങനെ തോന്നും. പക്ഷേ അത് മിണ്ടരുത്. മറിച്ച് നമ്മൾ ചിന്തിക്കണം, ദൈവമേ, അവൾ ചാകാൻ പോകുന്ന നേരത്ത് കർത്താവ് തോന്നിപ്പിച്ചിട്ടല്ലേ എന്നെ വിളിക്കണേ. അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു, നീ ചാവില്ല, നീ കർത്താവിൻ്റെ മകളാണ്, നിൻ്റെ ഉള്ളിൽ കർത്താവുണ്ട്. എൻ്റെ ഉള്ളിൽ കർത്താവ് പള്ളിയിലല്ലേ? നീ മാമോദീസ സ്വീകരിച്ച ദൈവമകളാണ്. നീ അതൊന്നുമില്ലെങ്കിൽ ആരായാലും നീ മനുഷ്യനാണെങ്കിൽ ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചത്, ദൈവത്തിൻ്റെ ഛായയിലാണ് സൃഷ്ടിച്ചത്, നിൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. ദൈവമറിയാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ വിഷമിക്കണ്ട, നിൻ്റെ സകല പ്രശ്നത്തിനും ദൈവത്തിൻ്റെ കയ്യിൽ പരിഹാരമുണ്ട്. നീ നാളെ രാവിലെ എൻ്റെ അടുത്ത് വാ, ഇപ്പം സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. ഓക്കെ സാറേ, ശരി എന്നാൽ. പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് പറയണം, എൻ്റെ ബ്രദറെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഉറങ്ങിയിട്ടില്ല, സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. എന്താ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം? അപ്പോൾ ഇനി നമുക്ക് സംസാരിക്കാം. കണ്ടോ, അവർ പറയുകയാണ്, അന്ന് എന്നെ സാറ് സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അന്ന് രാത്രി മരിക്കുമായിരുന്നു. മരിച്ചെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ദൈവം ആഗ്രഹിക്കുന്ന നേരത്തല്ലേ മരിക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു പ്രസിദ്ധനായ പാസ്റ്ററിൻ്റെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നതായിട്ട് വേറൊരു അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ആ പാസ്റ്റർ വലിയ പട്ടണത്തിൽ വലിയ കൺവെൻഷൻ നടത്തി കഴിഞ്ഞ് വൈകുന്നേരം ഹോട്ടലിൽ വന്നു. അപ്പോൾ ഹോട്ടലിൽ ഊണൊക്കെ റെഡിയാക്കി വെച്ചേക്കണം. അപ്പോൾ പകല് വലിയ ക്രൂസൈഡ് നടത്തി കഴിഞ്ഞാൽ ആൾ ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഹോട്ടൽ ബോയ് ഒരാൾ വന്നിട്ട് പറഞ്ഞ്, പാസ്റ്ററെ, ഒരു 2 മിനിറ്റ് എനിക്ക് ഒന്ന് സഹായിക്കാമോ? മോനെ, ഞാൻ ഭയങ്കര ക്ഷീണമാണ്, നീ നാളെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് നേരത്തെ ഇവിടെ എത്താം, അപ്പോൾ നമുക്ക് സംസാരിക്കാം, ഞാൻ നിൻ്റെ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുദ്ദേശിച്ച് പാസ്റ്റർ രാവിലെ നേരത്തെ ഇവിടെ വന്നു. അവിടെ പോയി അവനെവിടെയെന്ന് ചോദിച്ചു. ഇന്നലെ ഒരു പയ്യൻ എന്നോട് സംസാരിച്ചില്ല, അവനെവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്ന ആൾ പറയാൻ, സാറേ ക്ഷമിക്കണം, അവൻ ഇന്നലെ രാത്രി ആത്മഹത്യ ചെയ്തു, മേലെ പോയി ധരിക്കണം. അപ്പം ഇതാണ് അർജൻറ്റ് നീഡിൻ്റെ ഒരു ആവശ്യം. ചിലവർ നമ്മളോട് സഹായം ചോദിക്കുമ്പോൾ, ഒന്ന് സംസാരിക്കാൻ സഹായം ചോദിക്കുമ്പോൾ നമ്മളതിനെ ഒരിക്കലും പോസ്റ്റ്പോൺ ചെയ്യരുത്. അത് ആ സമയത്തിന് വളരെ വിലപ്പെട്ടതാണ് ആ വ്യക്തിയെ സംബന്ധിച്ച്. നമ്മൾ പറയാം നാളെ കാണാം എന്നും പറയരുത്. ഒരുപക്ഷെ രാത്രി 1 മണി ആയാലും 2 മണി ആയാലും അവൻ്റെ വേദന ഒന്ന് കേൾക്കുമ്പോഴേ തന്നെ അവൻ ഫ്രീ ആവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥ. ആർക്കും മറ്റൊരാളുടെ പ്രശ്നം കേൾക്കാൻ സമയമില്ല. പ്രത്യേകിച്ച് നമ്മൾ കുടുംബസ്ഥരായിട്ടുള്ളവർ എല്ലാവരുടെയും കുടുംബത്തിൽ നീറുന്ന പ്രയാസങ്ങളുണ്ട്. അമ്മായിയമ്മയുടെ പ്രയാസം മരുമോളോട് പറയാൻ പറ്റുമോ? വീട്ടുകാരോട് പറയാൻ പറ്റുമോ? മരുമോളുടെ പ്രയാസം ആരോടും അപ്പോൾ ഇവരുടെ എല്ലാം പ്രയാസങ്ങൾ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ പകുതി ആശ്വാസം, അവർക്ക് ആശ്വാസം. പിന്നെ അവരെ നയിക്കണം. അവരോട് നിങ്ങൾ ഇന്നമായിരിക്കും. എല്ലാവരോടും പ്രധാനമായിട്ട് മനസ്സിലാവേണ്ടത്, ഈ പ്രശ്നത്തിനെല്ലാം ആകത്തുക നമ്മൾ കാണുന്നത് സഹനത്തിൻ്റെ അർത്ഥം മനസ്സിലാകാത്തത് കൊണ്ട്, ദൈവം നമ്മളിൽ ഉണ്ട് എന്ന് മനസ്സിലാകാത്തത് കൊണ്ട്, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അവർ നമ്മളുടെ അടുത്തേക്ക് വരണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരോട് പറഞ്ഞ് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നീ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സമാധാനമായി. നമുക്ക് ഒരാളുണ്ട്, നമ്മളെ കേൾക്കാൻ ഒരാളുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 വർഷത്തോളമെങ്കിലും ആയിട്ടുണ്ട്, എല്ലാ ദിവസവും, മിക്കവാറും എല്ലാ ദിവസവും തന്നെ രാത്രി ഞാൻ ബോംബെയിലുള്ള ഒരു സഹോദരിയോട് സംസാരിക്കും. അത് 10 മണി 9:30 മുതൽ 10 മണിയാകുമ്പോൾ അവരുടെ ഒരു മിസ് കോൾ വരും.
അവരോട് സംസാരിക്കും. അവർ കരച്ചിലോട് കരച്ചിലാണ്, എനിക്ക് പറ്റണില്ല, എനിക്ക് ജീവിതം വേണ്ട, എനിക്ക് പത്താ മതി, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് അതുപോലെ വേദനയാണ്, ഇത്രയുള്ള അവർ പറയണത്. അപ്പം ഞാൻ പറയും, നിൻ്റെ ആ വേദനകളെല്ലാം ഞാൻ ഏറ്റെടുക്കണം. ഞാനിപ്പോൾ ഈശോനത് കൊടുക്കുകയാണ്. അങ്ങനെ ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഇത് നമുക്ക് സമർപ്പിക്കാം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഒരു വചനം പറഞ്ഞു കഴിയുമ്പോൾ അവർ സമാധാനമായി, അവർ കിടന്നുറങ്ങും. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് എന്നെ കർത്താവ്, അപ്പോൾ ഞാൻ ആ ഒരു ചെറിയ കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ അവർക്കത് അത്ഭുതമാണ്. ഞാൻ അമേരിക്കയിലാണെങ്കിലും അവരെ വിളിക്കും, ഇംഗ്ലണ്ടിലാണെങ്കിലും വിളിക്കും, UK ജർമ്മനിയിലാണെങ്കിലും വിളിക്കും, ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും രാത്രി 9-10 ഇടയ്ക്ക് ഞാൻ അവരെ വിളിക്കും. ഇത് ഞാൻ ഈശോയോട് ചെയ്യുന്ന ഒരു ആശ്വാസം, ഈശോയെ ആശ്വസിപ്പിക്കുന്ന മാതിരിയാണ് എനിക്കത്. അവർക്കിപ്പോൾ അത്ഭുതമാണ്. ഈ ഇത്രയും ഓടിപ്പടഞ്ഞ് നടക്കുന്ന ഈ ബ്രദറിന് എൻ്റെ കാര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടല്ലോ, എനിക്ക് ആരുമില്ലെങ്കിലും ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, സാവധാനം ദൈവം എന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ലോകത്തിൻ്റെ, നമ്മൾ പല പ്രാവശ്യം നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ വേദന നാം കേൾക്കണം. അതൊക്കെ ഇപ്പോൾ നമ്മൾ അതാണ് നമ്മൾ അതിനകത്ത് നിന്നൊക്കെ മാറി നമ്മൾ സാവധാനം അതൊക്കെ ശരിയാവും. അത് ഈ സുവിശേഷത്തിൻ്റെ മർമ്മം കരുണയാണെന്നും നമ്മൾ മറ്റുള്ളവരെ സേവനത്തിന് വേണ്ടി വിളിക്കപ്പെട്ടിട്ടുള്ളവരാണെന്നും ഉള്ള ഒരു വിചാരം നമുക്കുണ്ടാവുകയും അങ്ങനെ സാവധാനം അവരിലൊക്കെ മാറ്റം ഉണ്ടാവും. ചോദിച്ചോ, സംശയം ചോദിച്ചോ. ആ അതൊക്കെയാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മോനെ, സ്വർഗം എന്ന് പറയുന്നത് എന്താണെന്നും അതിങ്ങനെ ആകാശത്തിൻ്റെ മുകളിലുള്ള ഒരു സ്ഥലമാണെന്നുള്ള ഒരു സങ്കല്പം നമുക്ക് കിട്ടിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് സ്വർഗം ആകാശത്തിന് മുകളിൽ എന്നുള്ള ഒരു സംജ്ഞ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ അങ്ങയുടെ മഹത്വം ആകാശത്തിന് മേൽ, എവിടെ പോയി എൻ്റെ പാട്ടുകാരൊക്കെ? ഇവിടെ ഉണ്ട്. സങ്കീർത്തനം 57. സങ്കീർത്തനം 57 പാടുന്ന ഇങ്ങനെയാണ്, അങ്ങയുടെ മഹത്വം ആകാശത്തിനു മേൽ ഉയർന്നു നിൽക്കണേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഭൂമിയും ആകാശവും വാനവിധാനങ്ങളെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ദൈവമോ ആ സകല സൃഷ്ടികളേക്കാൾ ഉയർന്നതാണ് ദൈവം. ദൈവത്തെ മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ പർവ്വതത്തിൻ്റെ മുകളിൽ, ഇതൊക്കെ പറഞ്ഞ ദൈവത്തിൻ്റെ സർവാധിപത്യത്തിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ, അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. നമുക്ക് ശരിക്കും മനസ്സിലായില്ലേ? ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ കീഴിലാണെന്നും ദൈവം അതിൻ്റെ എല്ലാം സൃഷ്ടാവാണെന്നുമുള്ള ആ തത്വമാണ്. എന്നാൽ സ്വർഗം എന്നതിൻ്റെ അർത്ഥം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവവുമായുള്ള മനുഷ്യ ആത്മാവിൻ്റെ ബന്ധമാണ് സ്വർഗം എന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു വരികയുള്ളൂ. ഇതൊക്കെ ആ
ആ അല്ല, അപ്പോൾ അതിന് ഒരു ക്ലാസ്സും കൂടി കൊടുക്കണം. സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണെങ്കിൽ ആണ്. നമ്മുടെ ഹൃദയത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ഹൃദയത്തിൽ മാത്രമല്ല, ലോകത്തിലെല്ലാം ഉണ്ട്. എല്ലായിടത്തും ഉണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് അതൊക്കെ പഠിപ്പിക്കണം. അതെല്ലാം നമ്മൾ പഠിപ്പിക്കണം. അതെല്ലാം ചെറുപ്പത്തിലേ പഠിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ആര്? ആ കറക്റ്റ്. അപ്പോൾ ഇതെല്ലാം ചോദ്യം ഉണ്ടാകണം. നമ്മളപ്പോൾ ഉത്തരം കൊടുക്കാനായിട്ട് നമ്മൾ തന്നെ ആദ്യം പഠിക്കണം എന്നുള്ളൂ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഇതിനെക്കുറിച്ച് പഠിക്കാൻ സമയം ചെലവഴിക്കണില്ല. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നമ്മളിപ്പോൾ ഇത് പഠിക്കണം, ഇതൊരു പഠന വിഷയമാക്കാൻ വേണ്ടി സമയം ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ ഇതിനെല്ലാം ഉത്തരം കിട്ടും. നമ്മൾ തന്നെ ആദ്യം ഇത് പഠിക്കണം. പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുട്ടികളിലേക്ക് നമ്മൾ പറയാതെ തന്നെ അവരുമായിട്ടുള്ള ആത്മബന്ധത്തിലൂടെ അവരിലേക്ക് ഒഴുകും ഇത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പറയുന്നത്, ഇനി ആരും ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടതില്ല, ഞാൻ തന്നെ അവരെ പഠിപ്പിക്കുമെന്ന് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവ് അവരിൽ നിറയുമ്പോൾ അവരെ ഇതെല്ലാം പഠിപ്പിക്കും. പക്ഷെ ആദ്യം നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ ആശയങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടണത്. അതിന് ഇപ്പോൾ പറഞ്ഞില്ലേ, സ്വർഗം എന്നത് എന്താണെന്ന് പറഞ്ഞില്ലേ. മരിച്ചു കഴിഞ്ഞ ആളുകൾ സ്വർഗത്തിൽ പോകുന്നെന്ന് പറയുന്നതിൻ്റെ അർത്ഥം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവവുമായിട്ടുള്ള പൂർണ്ണ ലയനത്തിലേക്ക് പോകും. അത് നമ്മളിങ്ങനെ ഉയരത്തിൽ കാണിക്കുന്നതിൻ്റെ അർത്ഥം ഭൂമി ദൈവത്തിൻ്റെ സൃഷ്ടിയും ഭൂമിയേക്കാൾ സൃഷ്ടാവ് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സങ്കല്പത്തിലാണ്. സ്വർഗം എന്നത് ഈ ദൃശ്യമായ ഭൂമിയുടെ മുകളിലുള്ള ഒരു സ്ഥലമല്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതവർക്ക് മനസ്സിലായില്ലെങ്കിലും തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ, കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാകും എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ അവരോട് പറയണം, മോളെ എല്ലാ കാര്യവും നിനക്കിപ്പോൾ മനസ്സിലാവില്ലെന്നില്ല. നീ ഇപ്പോൾ 2ാം ക്ലാസ്സിലാണെങ്കിൽ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലാണെങ്കിൽ നിനക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇപ്പോൾ മനസ്സിലാവുമോ? അതൊരു നല്ല ആശയമാണ് ഇല്ലേ? അപ്പോൾ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു കൊച്ചു ചോദിക്കുകയാണ്, എന്താണ് ഈ സെക്സ്? നമ്മളത് മുഴുവൻ ഇപ്പോൾ പിരിച്ചു കൊടുക്കാൻ പറ്റും അവർക്ക്. എന്നാൽ എല്ലായിടത്തും സെക്സ് 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 എന്ന് പറയുന്നുണ്ട് ആൾക്കാർ. TV-യിൽ കാണുന്നുണ്ട് സെക്സ് എന്ന് പറഞ്ഞിട്ട്. സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യണത് ശരിയാണ്, സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യണം. പക്ഷെ ഓരോ പ്രായത്തിലും എന്ത് പഠിപ്പിക്കണം എന്നുള്ളത് പഠിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് എങ്ങനെ മനസ്സിലാവണേ? അപ്പം നമ്മൾ അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ ആഗ്രഹമുണ്ടാവും. പറയാവുന്നത് പറഞ്ഞ് മനസ്സിലാക്കുക. അതിന് നമുക്ക് ജ്ഞാനം വേണം. ബാക്കിയുള്ളത് അവരോട് ഇങ്ങനെ പറയണം, ഇനി നമുക്ക് നീ കുറച്ച് കഴിയുമ്പോൾ നിനക്കിത് ബാക്കിയുള്ളത് മനസ്സിലാവും. അതെങ്ങനെ അവതരിപ്പിക്കേണ്ടത്? നീ ഇപ്പോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? നീ ഇപ്പോൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കണേ. നിനക്ക് 10ാം ക്ലാസ്സിലെ ഇപ്പോൾ പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ നീ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ അത് പഠിക്കും. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്താ? ചോദിച്ചോളൂ. ദർശനവരം, സിമ്പിൾസ്, കാണുന്ന സിമ്പിൾസ്. പരിശുദ്ധാത്മാവിൻ്റെ അങ്ങനെയല്ല. ഇല്ല, അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. ഈ സിമ്പിളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രകാശമല്ല. പരിശുദ്ധാത്മാവ്
ആ വ്യക്തിയിൽ ഒരു വെളിപാട് കൊടുക്കാൻ വേണ്ടി ആ സിമ്പിളിനെ ഉപയോഗിക്കാൻ. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ഉദാഹരണം, ഒരു സഹോദരിക്ക് വേണ്ടി, ഇപ്പോൾ ഉദാഹരണത്താണ്, ആ സഹോദരി ഇങ്ങനെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പാമ്പിനെ കണ്ടു. പാമ്പിനെ കണ്ടാൽ എന്താ അർത്ഥം? പാമ്പിനെ കണ്ടാൽ എന്താ അർത്ഥം? അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം എന്താണ് ഇതിൻ്റെ അർത്ഥം. അതാണ് ഉത്തരം. പലതും ആകാം, മനസ്സിലാവണ്ടോ? ഒരിക്കൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പാമ്പിനെ കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, സർപ്പത്തെ പോലെ വിവേകമുള്ളവളാകാൻ പറയാൻ. മനസ്സിലായോ? മറ്റൊരു വിധത്തിൽ ഇതേ പാമ്പിനെ തന്നെ ഞാൻ കാണുമ്പോൾ ഉടനെ ആ പറഞ്ഞ അർത്ഥമല്ല ഇവിടെ. ഒരു മിനിറ്റ്, ഇത് കംപ്ലീറ്റ് ആകട്ടെ. അപ്പോൾ ഈ പാമ്പിനെ പിന്നെ കണ്ടപ്പോൾ ചോദിച്ചു, പരിശുദ്ധാത്മാവ് എന്താണ് ഇതിൻ്റെ അർത്ഥം? പറഞ്ഞു, ഇവള് പാമ്പിനെ കണ്ട് ഭയന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവളുടെ ആസ്മ രോഗത്തിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ പാമ്പിനെ കണ്ട് ഭയന്നിട്ടുണ്ടോ? ഓ, ഞാനൊന്നും ഭയന്നിട്ടില്ല. അവർക്കിപ്പോൾ ഓർമ്മയില്ല. നിനക്ക് എത്ര നാളായി ആസ്മ? 25 വർഷമായി. എങ്ങനെ 25 വർഷം എന്നറിയാം? അതാണ് 25 വർഷമായി. അപ്പോൾ നീ ഇപ്പം എന്ത് 35 വയസ്സായി. അപ്പോൾ 35 മുമ്പ് ഒരു 25 വർഷം മുമ്പ് നീ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അല്ല 10 വയസ്സുള്ളപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമെന്ന് ഉദ്ദേശിച്ചു. അന്ന് പാമ്പിനെ കണ്ടു വല്ലതും ഭയന്നിട്ടുണ്ടോ? ഞാൻ പാമ്പിനെ കണ്ടു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കസിൻ സിസ്റ്റർ പാമ്പ് കടിച്ച് അവള് മരിച്ചു വീണു. ഞാൻ കണ്ടു. ഞാൻ പ്രാണം കൊണ്ട് ഓടി. ഇതൊക്കെ അവളും കാണിക്കാൻ തുടങ്ങി. ഇങ്ങനെ എന്നെ കാണിക്കാൻ തുടങ്ങി ആ സമയത്ത്. അപ്പോൾ ഞാൻ ഉടനെ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ. ഇപ്പൊ അവൾ ആ സാഹചര്യത്തിനെ റീലീവ് ചെയ്യാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞോടുകൂടി 25 വർഷമായ ആസ്മ. അപ്പോൾ ഈ ദർശനങ്ങൾക്ക് വളരെ വിലയുള്ളതാണ്. അപ്പോൾ അത് ഓരോന്നിനും അതിൻ്റെതായ, വേറൊരിക്കൽ പാമ്പിനെ കണ്ടു കഴിഞ്ഞപ്പോൾ വേറൊരു കാര്യങ്ങൾ കാണിച്ചത്. അപ്പോൾ ഓരോ ചിഹ്നം. ഇനി പ്രാവുന്നു. അപ്പോൾ ഈ പ്രാവുകളും ഈ അവസരത്തിൽ പ്രാവിനെ കണ്ടു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കണം എന്താണ് ഇതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവ് പുതിയൊരു അഭിഷേകം കൊടുക്കുന്നതാണെങ്കിൽ അത് പറയും. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഉത്തരം കിട്ടുമെന്ന്. അതിനൊരു മുൻവിധിയോടെ അതിനെ കാണാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിനെ അതിനെ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കണം. എന്താണ് അതിൻ്റെ വ്യാഖ്യാനമെന്ന് പ്രാർത്ഥിക്കണം. അതാണ് ആ ജ്ഞാനത്തിൻ്റെ വചനമെന്നാണ് ഈ ദർശനത്തിന് പറയുന്നത് ആദ്യം. പിന്നെ വിവേകത്തിൻ്റെ വചനമാണ്. അത് ഒരു പക്ഷേ ഇതങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ അപ്പം തന്നെ കിട്ടണമെന്നില്ല. അത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, രാജാവിന് സ്വപ്നം കൊടുത്തെന്നാൽ രാജാവിന് തന്നെ ദർശനം കൊടുക്കാതിരുന്നില്ലേ? അതിൻ്റെ അർത്ഥം അവസാനം ഈ ജയിലിൽ കിടക്കുന്ന ജോസഫിനെ കൊണ്ടാണ് അതിന് ഇത് കൊടുത്തത്, വ്യാഖ്യാനം കൊടുത്തത്. എന്ന മാതിരി നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കണ്ടു, രാജാവിന് ചുമരിൽ എഴുതി കാണിച്ചു കൊടുത്തേക്കണം. പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത് ദാനിയേലിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോഴും. അപ്പോൾ ഈ വെളിപാട് വരങ്ങൾ ഉള്ളവർക്ക് കർത്താവ് ഒരു പ്രത്യേക ജ്ഞാനം കൊടുത്തിട്ടുണ്ട്. ആ ജ്ഞാനത്തിലൂടെയാണ് ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ വരുന്നത്. പക്ഷേ നമ്മൾ തന്നെ ഇപ്പോൾ തിരുതി പിടിക്കേണ്ട അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ വീണ്ടും പരിശുദ്ധാത്മാവ് ഇതിൻ്റെ അർത്ഥം നീ മനസ്സിലാക്കി തരണം. നീ പറഞ്ഞിട്ടുള്ളതാണ് പുതിയ നിയമത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാം പഠിപ്പിക്കും, എല്ലാം വെളിപ്പെടുത്തി തരും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രത്യേകമായ, പക്ഷെ നമ്മൾ ഉടനെ തന്നെ വാശി പിടിക്കരുത്. ഇപ്പം തന്നെ തായി. അപ്പം നമ്മളെല്ലാം ജ്ഞാനം നിറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ രാത്രി കണക്കിന്
അതാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ വരും. എനിക്ക് എപ്പോഴും അങ്ങനെയാണ്. രാത്രി ചില നേരത്ത് പെട്ടെന്ന് അതിൻ്റെ അർത്ഥം എന്നെ ഇങ്ങനെ പൂ വിരിഞ്ഞ് ഒരു മത്താപ്പ് വിരിഞ്ഞ് വരണമായിട്ട് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ എനിക്ക് മനസ്സിലാവും. അപ്പം തന്നെ ഞാൻ ഉടനെ എടുത്തങ്ങ് എഴുതി വയ്ക്കും. അപ്പോഴാണ് എൻ്റെ കർത്താവേ, ഇതാണല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഉറക്കും. നമ്മുടെ മനസ്സിനെ ഈ സാഹചര്യത്തിൽ നിന്ന് കംപ്ലീറ്റ് മാറ്റിയിട്ട് എങ്കിലേ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് നമുക്കത് മനസ്സിലാകാനായിട്ട് നമ്മളുടെ മനസ്സിനെ വളരെ ശാന്തതയിൽ കൊണ്ടുവരണം. കുറേ സൈലൻറ്റിലേക്ക് പോകണം. അതിനൊന്നും നമുക്ക് സമയമില്ലാത്തതാണ്. ഇപ്പം ഇവിടെ നമ്മൾ ഗ്രൂപ്പ് പ്രയറിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് സിറ്റുവേഷനാണ്. പ്രാർത്ഥിക്കുന്ന ആൾ പറയുമോ, ഞാൻ പ്രാർത്ഥിക്കാൻ വന്നത് എൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയായിരിക്കും. ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, ഇങ്ങനെ പല ചിന്തകളാണ്. അപ്പോൾ അതെല്ലാം വിട്ട് ശാന്തമാകുന്ന ഒരവസ്ഥ നമുക്ക് കുറച്ച് നേരം കൂടുതൽ ഇങ്ങനെ ഉണ്ടാകണം. അപ്പോഴാണ് ഈ വെളിപാടുകൾ ശരിക്കും വരുന്നത്. ചിലപ്പോൾ കർത്താവ് അങ്ങ് നമ്മളെ വേദനിപ്പിച്ച് തളർത്തും. ഒരിക്കലും എനിക്കുണ്ടായ ഒരു സംഭവം ഇതാണ്. ഒരു വലിയ രോഗശാന്തി ശുശ്രൂഷ നടക്കാൻ പോവുകയാണ്. ഇതെവിടെയാണ്? ഉക്രൈനിലെ മറ്റൊന്ന്, വേറൊരു രാജ്യം. ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ തളർന്ന് കിടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും അടിക്കാൻ പറ്റണില്ല. കഷ്ടിച്ച് ഞാൻ അവരോട് പറഞ്ഞ് ഇച്ചിരി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. പിടിക്കാൻ എനിക്ക് പറ്റണില്ല. അവരോട് പറഞ്ഞ് അത് പിടിച്ചു തരാൻ പറ്റും. അങ്ങനെ വെള്ളം ഞാൻ കുടിച്ചു. ഇവരാകെ പാനിക്കായി. അവർ പറയും ആംബുലൻസ് വിളിക്കട്ടെ. ഞാൻ പറഞ്ഞ് ആംബുലൻസ് ഒന്നും വിളിക്കണ്ട, എന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും പൊക്കി കൊണ്ടുപോയി അവിടെ രണ്ടുപേരൂടി എന്നെ തോളിൽ പൊക്കി കൊണ്ടുപോയി അവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. കാരണം എനിക്കറിയാം ഇത് ശരിക്ക് കർത്താവ്. അപ്പോഴാണ് എനിക്ക് ആ വചനം മനസ്സിലാവുന്നത്. ശവം എവിടെയുണ്ടോ അവിടെ കഴുകന്മാരുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ മാനുഷികമായ ശക്തി ഒരു ശവം പോലെ ആയി കഴിയുമ്പോഴാണ് കഴുകനെ പോലെ കർത്താവിൻ്റെ ശക്തി പറന്നിറങ്ങുന്നത്. അപ്പം ഇത് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ പൊക്കിയെടുത്ത് അവിടെ കൊണ്ടുപോയി പിടിച്ച് നിർത്തി കുറച്ച് നേരത്തേക്ക്. എന്നിട്ട് ശുശ്രൂഷ അങ്ങ് ആരംഭിക്കട്ടെ. എന്നിട്ട് രോഗശാന്തി ശുശ്രൂഷ അങ്ങ് ആരംഭിക്കട്ടെ. കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥന അങ്ങ് ആരംഭിച്ചതോടുകൂടി എന്നിലേക്ക് ആ ശക്തി അങ്ങ് ഒഴുകിയിട്ട് പിന്നെ ഇവരങ്ങ് വിട്ടു. പിന്നെ ഞാൻ അവിടെ എന്തോ ഒരു ശക്തിയിലങ്ങ് കിടത്തും പ്രാർത്ഥിക്കാൻ. അത്ഭുതകരമായ ശക്തി ഒഴുകി. അപ്പൊ ആ ഒഴുക്ക് എന്നിൽ മാത്രമല്ല, എന്നിലൂടെ സമൂഹം മുഴുവനിലേക്ക് അങ്ങ് ഒഴുകി. അത്ഭുത രോഗശാന്തികൾ വരാൻ തുടങ്ങി. പക്ഷേ നമ്മളവിടെ അയ്യോ എനിക്ക് പറ്റില്ല, എന്നെ ആശുപത്രി കൊണ്ടുപോകുന്നു പറഞ്ഞിരുന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കുന്നില്ല. അപ്പം അവിടെയൊക്കെ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, ആ നേരത്ത് എന്ത് ചെയ്യണം? ഇപ്പോൾ ഞാൻ ശുശ്രൂഷ നടത്താൻ വേണ്ടി അങ്ങനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയല്ലേ, തീർച്ചയായിട്ടും നടത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് അനുനിമിഷം നമ്മളെ നയിക്കും. നമ്മളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട. പരിശുദ്ധാത്മാവ് എവർ റെഡി എന്നാണ് പറയുന്നത്. എപ്പോഴും നീ എന്നോട് ചോദിക്കുക. എന്താ പറഞ്ഞേ? ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ദർശനം തീർച്ചയായിട്ടും കിട്ടാം. ആ വ്യാഖ്യാനം അതാണ്. ആ ഗ്രൂപ്പിൽ മറ്റുള്ളവരൊന്ന് പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ വ്യാഖ്യാനം കിട്ടണമെന്നില്ല. ചിലവർക്ക് ഈ വരങ്ങൾ എളുപ്പം പ്രവർത്തിച്ച് പരിചയമുള്ളവർക്ക് പെട്ടെന്ന് അത് കിട്ടും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ കുറേ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് തന്നെ മനസ്സിലാക്കി തരും. ഗ്രൂപ്പിലുള്ളവർക്കും കിട്ടും. ചോദിച്ചോ ഇനി എന്തെങ്കിലും സംശയങ്ങൾ? പറഞ്ഞേ. കുറച്ച് ദിവസമായിട്ട് കുർബാനയുടെ സമയത്ത് അപ്പവും ഇനി ഉയർത്തുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് പറയുന്നു. അപ്പവും ഇനി ഉയർത്തുന്ന സമയത്ത്
കുറേ ആൾക്കാരെ കാണുന്നു. നമ്മൾ ആദ്യം വിചാരിക്കേണ്ടത് ഈ പിശാചിന് ഒന്നാം സ്ഥാനം കൊടുക്കാണ്ട് നടത്തും. അവിടെ ഇരുന്നോളൂ. അപ്പോൾ നമ്മൾ ഇതെല്ലാം പിശാചെന്ന് പറഞ്ഞ് ഇരിക്കരുത്. ആദ്യം അതിനെ ഒഴിവാക്ക്. അത് തോറ്റ പാർട്ടിയാണ്. തോറ്റ പാർട്ടിയാണോ? അപ്പം നമ്മൾ പിശാചെന്ന് പറയുമ്പോൾ നമ്മൾ ഏത് പാർട്ടിയാണ്? എല്ലാ കാര്യത്തിനും ബന്ധനം. ഇപ്പൊ വിശുദ്ധ കുർബാന തന്നെ കർത്താവ് ഈശോ മിശിഹ പിശാചിന്റെ സകലത്തിലെയും വിജയിപ്പിച്ച അവസ്ഥയാണ് വിശുദ്ധ കുർബാന. ആണോ ഇല്ലയോ? അവിടെ പിശാചിനെ കർത്താവ് കൈകാര്യം ചെയ്തോളും. ഇനിയിപ്പോ അവരിവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവിടെ നിന്നോട്ടേതേ. എന്താ നമ്മളോട് പറഞ്ഞേക്കണത്? നല്ല വിത്തുകളുടെ ഇടയിൽ കളയും വളർന്നോട്ടെ. അപ്പം ഇത് നമുക്കുണ്ടാകേണ്ട വലിയൊരു ബോധ്യമാണ്. ഇത് പ്രത്യേകിച്ച് നമ്മൾ കരിസ്മാറ്റിക്കിൽ ഓവർ എംഫസൈസ് പിശാചിന് കൊടുക്കുന്നു. ഇപ്പം 4 സുവിശേഷത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കിൽ ചില സ്ഥലത്ത് പിശാച് ബാധ ഒഴിവാക്കുന്ന സംഭവങ്ങളുണ്ട്. പക്ഷേ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒറ്റ സംഭവം പോലും പിശാചിനെ ഒഴിവാക്കുന്ന സംഭവം കാണിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? പിശാചിനെ ഒഴിവാക്കാൻ ഇത്രപ്പെടുത്ത് കാര്യമൊന്നുമില്ല. വചനം പറയുമ്പോൾ പിശാച് താനെ പോയിക്കോളും. സ്നേഹിക്കുമ്പോൾ പിശാച് പോവും. ദൈവം സ്നേഹമാണെങ്കിൽ പിശാച് ആരാ? അതിൻ്റെ ഓപ്പോസിഷനാണ്. എന്താണ് സ്നേഹത്തിൻ്റെ ഓപ്പോസിഷൻ? വെറുപ്പാണ്. ദൈവം ജ്ഞാനമാണെങ്കിൽ പിശാച് ആരാ? പിശാച് അതിൻ്റെ ഓപ്പോസിഷനാണ്. അപ്പോൾ എന്ത് കാര്യവും വന്നാൽ ഇത് പിശാചിൻ്റെ പ്രവർത്തനമാണെന്ന് ആദ്യം ഉടനെ ചാടി ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവേ